ഇപ്പോൾ കോട്ടയം SP മാധ്യമങ്ങളെ കാണുന്നു. ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം ഒരു റീസണബിൾ ജഡ്ജ്മെന്റിലേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് ചോദ്യം ചെയ്യലിലേക്ക് പോവുക. കേസിൽ ഇന്നലെ റേഞ്ച് IG പറഞ്ഞ പോലെ തന്നെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അത് പ്രതിയുടേതും സാക്ഷികളുടേതും ഉണ്ട്. പിന്നെ സ്വാഭാവികമായും 4 വർഷം പഴക്കമുള്ളൊരു കേസിൽ സ്വമേധയാ നല്ല രീതിയിൽ മൊഴി പറയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കും പലപ്പോഴും നടന്ന സംഭവങ്ങൾക്ക് റിക്കളക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിസന്ധികൾ ഇങ്ങനെ പഴക്കമുള്ള കേസുകളിൽ ഉണ്ടാവാറുണ്ട്. മൊഴികളിൽ വേരിയേഷൻസും ചെറിയ കോൺട്രഡിക്ഷൻസും ഒക്കെ ഉണ്ട്. അത് കോട്ടയം SP ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം റേഞ്ച് IG പറഞ്ഞത് ആവർത്തിക്കുന്നു. മൊഴികളിലും മറ്റും വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രതിയുടെയും സാക്ഷികളുടെയും മറ്റും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. 4 വർഷം പഴക്കമുള്ള ഒരു കേസിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണത്. അത് വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷമാകും ചോദ്യം ചെയ്യൽ എന്നതുപോലെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. കോട്ടയത്താണ് മാധ്യമങ്ങളെ കണ്ടത്. അന്വേഷണ സംഘവും പോലീസും സർക്കാരും വലിയ പഴി ഈ കേസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതിനിടെയാണ് ഇന്നലെ റേഞ്ച് IG മാധ്യമങ്ങളോട് വിശദീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കോട്ടയം SP ഇക്കാര്യം വിശദീകരിച്ചത്. ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് എന്നതുകൂടി ഓർക്കണം. പൊതുസമൂഹത്തിൽ വലിയ വിമർശനം, പോലീസ് അന്വേഷണത്തിന് മേൽ വലിയ പഴി ഉയരുമ്പോഴാണ് ഈ വിശദീകരണങ്ങൾ നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നത്. SP-യുടെ വാക്കുകളിലേക്ക്. ചില സാമൂഹികമായ മതപരമായ ചില ചുറ്റുപാടുകളുടെ അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ കഴിയാത്ത സാഹചര്യം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് കോട്ടയം SP-യുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്.